ഹായ് ഓൾ, ഞാൻ അനുദീപ്. പി എസ് സി പരീക്ഷകൾക്ക് ടോപ്പ് റാങ്ക് അടിക്കാനുള്ള മാർഗം എന്ന് പറയുന്നത് അപ്ഡേറ്റഡ് ആയി പഠിക്കുക എന്നുള്ളതാണ്. സിലബസിൽ വലിയ മാറ്റങ്ങളൊന്നും വന്നില്ലെങ്കിലും സിലബസിൽ കൊടുത്തിട്ടുള്ള കണ്ടന്റുകളിൽ പല മാറ്റങ്ങളും വരും. ഫോർ എക്സാമ്പിൾ, പോക്സോ ആക്ട് അല്ലെ, ഇത് ഡിഗ്രി ലെവൽ 10th പ്ലസ് 2 പരീക്ഷകൾക്കൊക്കെ സ്ഥിരം ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ്. കാലങ്ങളായി റാങ്ക് മേക്കിംഗ് ചോദ്യങ്ങൾ വരുന്ന ഒരു ഏരിയ ആണ്. പക്ഷേ ഈ മേഖലയിൽ വലിയ മാറ്റങ്ങളാണ് ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. കുട്ടികളെ സെക്ഷൽ അസോൾട്ടിൽ നിന്നും സെക്ഷൽ അബ്യൂസുകളിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമമാണ് പോക്സോ ആക്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. പക്ഷെ അടുത്ത കാലത്ത് പി എസ് സി പരീക്ഷയിൽ വന്ന ഒരു ചോദ്യം നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പൊ ഈ ചോദ്യത്തിന്റെ നിലവാരം എങ്ങോട്ടേക്കാണ് പോകുന്നത് അറിയാൻ പറ്റും. അതാണ് ഞാൻ പറഞ്ഞത്, ട്രെൻഡ് അറിഞ്ഞ് പഠിക്കണം, പി എസ് സിയുടെ പൾസ് അറിഞ്ഞ് പഠിക്കണം. അടുത്ത ചോദ്യം എന്ത് വരും എന്നുള്ളത് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്ത് തന്നെ പഠിക്കണം. അപ്പൊ ഇന്നത്തെ ക്ലാസ് നോട്ടും കാര്യങ്ങളൊക്കെ നമ്മൾ ടെലിഗ്രാമിൽ കൊടുത്തിട്ടുണ്ട്. ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ഡെയിലി അവിടെ തരുന്ന ഫ്രീ മോക്ക് ടെസ്റ്റ് മസ്റ്റ് ആയിട്ടും അറ്റൻഡ് ചെയ്ത് തന്നെ മുന്നോട്ട് പോവാം. അടുത്ത കാലത്ത് പി എസ് സിയിൽ വന്നൊരു ചോദ്യമാണത്. ഒന്ന് നോക്കിക്കേ. പോക്സോ നിയമപ്രകാരം കൗമാരക്കാർക്കിടയിലെ ലൈംഗികതയെ അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് പ്രതിപാദിക്കുന്ന ലോ കമ്മീഷൻ റിപ്പോർട്ട് എന്തെന്നുള്ള ചോദ്യമാണ്. ഈ റിപ്പോർട്ട് ഇന്ത്യയിൽ മാത്രം ആഗോളതലത്തിൽ പോലും ചർച്ച ചെയ്യപ്പെടുകയാണ്. കാര്യം, പോക്സോ ആക്ട് അല്ലെങ്കിൽ നിയമപ്രകാരം 18 വയസ്സാണ് ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്നത്. അതായത് മ്യൂച്വലി എഗ്രീഡ് ആയിട്ടുള്ള സെക്ഷൽ റിലേഷനിലേക്ക് കടക്കാനുള്ള പ്രായം 18 വയസ്സാണ്. 18 വയസ്സ് മിനിമം ആണ്. 18 വയസ്സിൽ താഴെയുള്ള ഒരു വ്യക്തി, ആ വ്യക്തി കൺസെന്റ് കൊടുക്കാൻ കപ്പാസിറ്റി ഇല്ലാത്തൊരു വ്യക്തിയായിട്ടാണ് നമ്മുടെ നിയമസംഹിതയിൽ പറഞ്ഞത്. പണ്ടൊക്കെ 16 വയസ്സൊക്കെ ആയിരുന്നു പ്രായപൂർത്തിയാവുന്ന പ്രായം എന്ന് പറയുന്നത്. പക്ഷെ ഈ നിയമം വന്നതിന് ശേഷം 18 വയസ്സാണ്. സോ 16 17 വയസ്സുള്ള ഒരു വ്യക്തി, അയാൾ കൺസെന്റോട് കൂടി മറ്റൊരു വ്യക്തിയുമായി സെക്ഷൽ ഇന്റർകോഴ്സിൽ ഇടപെട്ടാൽ പോലും ഈ നിയമപ്രകാരം മറ്റേ വ്യക്തി കുറ്റക്കാരനാണ്. അപ്പം ഇത് വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നു. സുപ്രീം കോടതി തന്നെ പറയുന്ന ഒരു കാര്യം, ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ വരുന്ന മറ്റ് ഇഷ്യൂസ്, ഇത് കാരണം ഏർലി പ്യൂബർട്ടി അറ്റൈൻ ചെയ്യുന്ന ആൾക്കാരാണ് കൂടിക്കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ 18 വയസ്സിൽ താഴെ ഉള്ള എല്ലാ ലൈംഗിക ബന്ധങ്ങളും അപ്പാടെ കുറ്റകരമാക്കുന്നത് ആശങ്കാജനകമാണെന്ന് ലോ കമ്മീഷൻ വരെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ഏത് റിപ്പോർട്ടിലാണെന്നാണ് പി എസ് സിയുടെ ചോദ്യം. അത്ര അഡ്വാൻസ്ഡ് ലെവലിലേക്ക് പി എസ് സി പോയി കഴിഞ്ഞു. ഇതിന്റെ ഉത്തരം എന്ന് പറയുന്നത് എ ആണ്. എ എന്ന് പറയുമ്പോൾ രണ്ടാമത്തെ റിപ്പോർട്ട്, 283ാമത്തെ റിപ്പോർട്ട്. അപ്പൊ പലരും 283ാമത്തെ റിപ്പോർട്ട് കാണും. അപ്പൊ ബി എന്നുള്ള ഇതിൽ ബി പോയി കുത്തും, രണ്ടാമത്തെ ആണല്ലോ. അങ്ങനെ അവിടെ ഒരു ട്രാപ്പ് അവരോട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ചോദ്യത്തിന്റെ കോണ്ടെക്സ്റ്റിലേക്ക് നമുക്ക് വരണം. അടുത്ത കാലത്ത് സുപ്രീം കോടതിയിലും കൊൽക്കത്ത ഹൈക്കോടതിയിലും വളരെ ഡീപ്പായി ചർച്ച ചെയ്യപ്പെടുന്ന ഇഷ്യൂ ആണത്. അതിനു മുമ്പായിട്ട് ഇതിന്റെ ബേസിക് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. 18 വയസ്സാണ് ഏജ് ഓഫ് കൺസെന്റ് എന്ന് പറയുന്നത്. 18 വയസ്സിൽ താഴെയുള്ള എല്ലാ ബന്ധങ്ങളും, ഇത്തരത്തിലുള്ള എല്ലാ ബന്ധങ്ങളും ലൈംഗിക കുറ്റകൃത്യമായിട്ടാണ് നിയമത്തിൽ വ്യാഖ്യാനിക്കപ്പെടുന്നത്. കൺസെന്റ് ഉണ്ടെങ്കിൽ പോലും, ഈവൻ ഇഫ് ദ ചൈൽഡ് കൺസെൻസ്. ഈ സമയത്താണ് കൊൽക്കത്ത ഹൈക്കോടതി ഇത്തരത്തിൽ പോക്സോ കേസിൽ പ്രതിയെ വെറുതെ വിടുന്നത്. അത് അപ്പീലായിട്ട് സുപ്രീം കോടതിയിൽ പോയി. സുപ്രീം കോടതി എന്ത് ചെയ്യുന്നറിയോ? സുപ്രീം കോടതി കൺവിക്ഷൻ നിലനിൽക്കും, പക്ഷെ അയാളെ 20 കൊല്ലത്തേക്കാണ് ശിക്ഷിച്ചത്. 20 കൊല്ലത്തേക്ക് ശിക്ഷിച്ചു, 10,000 രൂപ പിഴയും വിധിച്ചു. പക്ഷെ ശിക്ഷ അനുഭവിക്കേണ്ടെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഇത് എന്താണ് സംഭവിക്കുന്നത്? അതാണ് സുപ്രീം കോടതിയുടെ ആ ഒരു വീക്ഷണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. നിയമത്തിൽ പറയുന്നത് എന്താ? 18 വയസ്സിൽ താഴെയുള്ള ഒരു കുട്ടിയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ അയാൾ കുറ്റവാളിയാണ്, അയാളെ ശിക്ഷിക്കണം. ഏറ്റവും കടുത്ത ശിക്ഷയാണ്. 20 വർഷമൊക്കെയാണ് പലപ്പോഴും ശിക്ഷ വിധിക്കാറ്. പക്ഷെ ഇവിടെ സുപ്രീം കോടതി അയാളെ കുറ്റവിമുക്തനാക്കി. എന്തുകൊണ്ടാണെന്നറിയോ? ഇത് കൺസെന്റോട് കൂടി നടന്നൊരു ബന്ധമായിട്ടാണ് വ്യാഖ്യാനിക്കപ്പെട്ടുള്ളത്. മാത്രമല്ല, ഈ പെൺകുട്ടിയെ ഈ സംഭവത്തിന് ശേഷം നാട്ടുകാർ ഉപേക്ഷിച്ചു, വീട്ടുകാർ ഉപേക്ഷിച്ചു, സമൂഹം ഒറ്റപ്പെടുത്തി. ആ പെൺകുട്ടി വളരെ ക്രൈസിസ് സിറ്റുവേഷനിലാണ്. പെൺകുട്ടിയെ സംബന്ധിച്ച് ഇതൊരിക്കലും ഒരു സെക്ഷൽ അസാൾട്ട് അല്ലായിരുന്നു. മാത്രമല്ല, ആ പെൺകുട്ടി പ്രായപൂർത്തിയായതിനു ശേഷം ഈ വ്യക്തി ആ പെൺകുട്ടി വിവാഹം കഴിക്കുകയും ചെയ്തു. സോ ആ ഒരു അപ്പൊ ആ കുട്ടി യഥാർത്ഥത്തിൽ വിക്ടിമാണോ അല്ലയോ എന്നുള്ള ഡിസ്കഷനിലേക്ക് പോലും കാര്യങ്ങൾ പോയി. മനസ്സിലായല്ലേ? അപ്പൊ സുപ്രീം കോടതി ആ സാഹചര്യത്തിൽ എന്ത് ചെയ്തു? ആ പെൺകുട്ടിയെ പ്രൊട്ടക്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് സ്റ്റേറ്റിന്, രാഷ്ട്രത്തിന് റീഹാബിലിറ്റേഷൻ കൊടുക്കാം, കൗൺസിലിംഗ് കൊടുക്കാം, അല്ലെങ്കിൽ ജോലി കൊടുക്കാം, അങ്ങനെ പ്രൊട്ടക്ട് ചെയ്യാൻ പറ്റും. പക്ഷെ എന്താണ് ഒരു പെർമനന്റ് സൊല്യൂഷൻ? ആ പെൺകുട്ടി ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ ഒപ്പം ജീവിക്കാനുള്ള അനുവാദം കൊടുക്കുക എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രാക്ടിക്കൽ സൊല്യൂഷൻ. അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി എക്സ്ട്രാ ഓർഡിനറി ജൂറിസ്ഡിക്ഷൻ, എക്സ്ട്രാ ഓർഡിനറി പവർ ആയിട്ടുള്ള ആർട്ടിക്കിൾ 142 ഉപയോഗിച്ചു. ആർട്ടിക്കിൾ 142 എന്താന്ന് നോക്കുക, ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ഓൾറെഡി. എന്നാൽ ഞാൻ ചുരുക്കി പറയാം. നിയമത്തിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട് പെരുമാറാൻ മാത്രമേ സുപ്രീം കോടതിക്കും ഏത് കോടതിക്കും അധികാരമുള്ളൂ. പക്ഷേ ചില അപൂർവമായ സിറ്റുവേഷൻസിൽ
കംപ്ലീറ്റ് ജസ്റ്റിസ്, സമ്പൂർണ്ണമായ നീതി നടപ്പാക്കാൻ സുപ്രീം കോടതിക്ക് പല പല ഉത്തരവുകൾ വിടാം. അത് എഴുതപ്പെട്ട നിയമസംഹിതയ്ക്ക് വിരുദ്ധമാണെങ്കിൽ പോലും സുപ്രീം കോടതിക്ക് അത് ചെയ്യാൻ സാധിക്കും. അത്തരത്തിലുള്ള ഒരു മഹത്തായ അധികാര പരിധി, ജൂറിസ്ഡിക്ഷൻ ആണ് ആർട്ടിക്കിൾ 142 അണ്ടറിൽ സുപ്രീം കോർട്ടിനുള്ളത്. കംപ്ലീറ്റ് ജസ്റ്റിസ്, സുപ്രീം കോർട്ട് ക്യാൻ പ്രൊമുൾഗേറ്റ് എനി ഡിഗ്രി, ഓർഡർ ഓർ ജഡ്ജ്മെന്റ് ടു ഗിവ് കംപ്ലീറ്റ് ജസ്റ്റിസ് ടു ആൻ ഇഷ്യൂ. അതാണ് ഇവിടെ പറയുന്നത്. അതാണ് ഈ ആർട്ടിക്കിൾ ഉപയോഗിച്ചിട്ടുണ്ട്, ഭരണഘടനയിൽ ഈ ആർട്ടിക്കിൾ ഉപയോഗിച്ചാണ് ആ വ്യക്തിയെ കുറ്റവിമുക്തനാക്കി എന്ന് പറയാൻ പറ്റില്ല, ശിക്ഷ അനുഭവിക്കണം എന്ന് പറയുകയും അവർ ഒരുമിച്ച് ജീവിക്കാൻ അനുഭവിക്കുകയും ചെയ്തത്. ഇതാണ് ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. നമ്മൾ PSCയിൽ ക്വസ്റ്റ്യൻസ് വരാം. ഇത്തരം ഒരു സാഹചര്യത്തിൽ കൺവിക്ട് ചെയ്യപ്പെടുന്ന എല്ലാവരും ശിക്ഷിക്കുമോ? ചില സാഹചര്യത്തിൽ ശിക്ഷിക്കപ്പെടാതിരിക്കാം, മനസ്സിലായല്ലേ? ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വന്നു എന്നിരിക്കട്ടെ, പോക്സോ ആക്ട് പ്രകാരം 18 വയസ്സിൽ താഴെയുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയെ എന്തായാലും 100% ശിക്ഷിച്ചിരിക്കും. അങ്ങനെ ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് തെറ്റായിരിക്കും. നമ്മൾ നേരത്തെ പഠിച്ച ഡേറ്റ് വെച്ചാണെങ്കിൽ ആ സ്റ്റേറ്റ്മെന്റ് ശരിയാവേണ്ടത്, പക്ഷേ ഇനി മുതൽ ആ സ്റ്റേറ്റ്മെന്റ്സ് തെറ്റായിരിക്കും. ഒരു എക്സ്ട്രീം സ്റ്റേറ്റ്മെന്റ് വരികയാണെങ്കിൽ എന്തുകൊണ്ടാണ്? സുപ്രീം കോടതിയുടെ പുതിയ ജഡ്ജ്മെന്റ്സ്, റൂളിംഗ്സ് ഉണ്ട്. ഇത് കോർട്ട് ഓഫ് റെക്കോർഡാണ്. ഇതായിരിക്കും ഇനിയുള്ള കാലഘട്ടത്തിൽ ഫോളോ ചെയ്യപ്പെടുക. ഇങ്ങനെ എക്സ്ട്രീം സിനാരിയോസിന് മാത്രം. ലോ കമ്മീഷൻ ഒരിക്കലും ഏജ് ഓഫ് കൺസെന്റ് കുറയ്ക്കണം എന്ന് പറയുന്നില്ല. സുപ്രീം കോടതിയുടെ അഭിപ്രായം അനുസരിച്ചിട്ട് 18 വയസ്സിൽ നിന്നും 16 വയസ്സിലേക്ക് ഏജ് ഓഫ് കൺസെന്റ് കുറയ്ക്കണം എന്നാണ് സുപ്രീം കോടതി പറഞ്ഞിട്ടുള്ളത്. ലോ കമ്മീഷനും ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഒക്കെ ഇതിനെതിരാണ്. അവരത് 18 വയസ്സ് തന്നെ നിർത്തി വെച്ചാൽ എന്നാണ് അവർ തന്നെ പറയുന്നത്. ഇത് ഡൈലൂട്ടഡ് ആയി പോകും, പോക്സോ ആക്ട് ഡൈലൂട്ടഡ് ആയി പോകും. മാത്രമല്ല ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ മിസ്യൂസ് ചെയ്യപ്പെടാനുള്ള സാധ്യതയുണ്ട്, അല്ലെ? അങ്ങനെ പല പല ഇഷ്യൂസ് വരുന്നുണ്ട്. ഇവിടെ ന്യൂസിൽ ചർച്ച ചെയ്യുന്ന രണ്ടാമത്തെ പ്രധാനപ്പെട്ട പോയിന്റ് പോക്സോയിലെ സെക്ഷൻ 19 ആണ്. അത് മാൻഡറ്റോറി റിപ്പോർട്ടിംഗ്. അതായത് ഇത്തരത്തിലൊരു ഒഫൻസ് നടന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അത് അറിയുന്ന വ്യക്തി കോടതി അല്ലെങ്കിൽ പോലീസിനെ ഈ കാര്യം ഉറപ്പായും അറിയിച്ചിരിക്കണം. അറിയിച്ചില്ലെന്നുണ്ടെങ്കിൽ എന്താ, അതൊരു കുറ്റകൃത്യമാണ്. ഈ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും ഈ ഒരു ഏജിൽ പ്രഗ്നന്റ് ഒക്കെ ആവുന്ന വ്യക്തികൾ ഹോസ്പിറ്റലിൽ പോലും പോകില്ല. എന്തുകൊണ്ടാണ്? ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ട് അവരുടെ ജീവിതം തരുന്നവർക്ക് ഉറപ്പാണ്. കൺസെന്റോട് കൂടി ചെയ്യുന്നതായിരിക്കാം, അല്ലായിരിക്കാം, എന്തായാലും ഹോസ്പിറ്റലിൽ റിപ്പോർട്ട് ചെയ്യുമല്ലോ. അതുകൊണ്ട് ഒരു വളരെ അൺസേഫ് ആയിട്ടുള്ള പല മെഡിക്കൽ പ്രൊസീജിയേഴ്സിലേക്കും അബോർഷനിലേക്കും പോകും. അത് ആ പെൺകുട്ടിയുടെയും ജനിക്കാനിരിക്കുന്ന കുട്ടിയുടെ ആരോഗ്യത്തെ പോലും ബാധിക്കും. അപ്പൊ ഈ ഒരു സെക്ഷൻ ഡൈല്യൂട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഇതിനെ റീക്രിയേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ റീസ്ട്രക്ചർ ചെയ്യണം എന്നുള്ള ഡിസ്കഷൻ ഇപ്പം സജീവമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ സൂൺ, ഒരു 4-5 വർഷത്തിനകം ഈ നിയമത്തിന്റെ ഒരു പൊളിച്ചെഴുത്ത് നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷെ വളരെ പവർഫുൾ ആയിട്ടുള്ള നിയമമാണ്. ഈ നിയമം വന്നതിന് ശേഷം വളരെ നല്ല രീതിയിൽ റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ എല്ലാ നിയമത്തിനും ചില പരിമിതികളും ന്യൂനതകളും വരും. കോടതി ഇത് ചൂണ്ടിക്കാട്ടും, അത് പരിഹരിക്കപ്പെടും. ആ ഒരു സിസ്റ്റത്തിലാണ് നമ്മുടെ നീതിന്യായ വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്. ശരിക്കും നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം, നമ്മൾ കണ്ടിന്യൂസ്ലി അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഒരു ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞു, ഉപേക്ഷിച്ചു, അങ്ങനല്ല. ആ ടോപ്പിക്കിൽ നടക്കുന്ന റീസെന്റ് കാര്യങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഓരോ മാർക്കിനും വേണ്ടിയുള്ള ഫൈറ്റ് ആയിരിക്കണം നിങ്ങൾ നടത്തേണ്ടത്. ഓരോ മാർക്കിലും ഒരു ജീവിതമാണ് ഇരിക്കുക. ഓരോ മാർക്കിനും വേണ്ടിയിട്ടുള്ള ഒരു ഫൈറ്റ് നടത്തുമ്പോഴാണ് നമ്മൾ ടോപ്പ് 10 റാങ്കിലേക്കും 20 റാങ്കിലേക്കും എത്തുന്നത്. ഇതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നത് ഇത്തരത്തിൽ ഏറ്റവും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് ഞങ്ങളുടെ ലോങ് ടേം ബാച്ചുകൾ നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 10th +2 ഡിഗ്രി ലെവൽ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾക്ക് ലോങ് ടേം ബാച്ചുകൾ, ഒരു അഫോർഡബിൾ ഫീസ് സ്ട്രക്ചർ ഞങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അഫോർഡബിൾ കോഴ്സസിനോടൊപ്പം ഇത്തരത്തിലുള്ള ഫ്രീ ക്ലാസ്സസും യൂട്യൂബിലും ടെലിഗ്രാമിലും വഴി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ടെലിഗ്രാം മെമ്പേഴ്സ് ആവാൻ മറക്കണ്ട. കമന്റ് സെക്ഷനിൽ ലിങ്ക് യൂസ് ചെയ്ത് ടെലിഗ്രാം ചാനൽ മെമ്പേഴ്സ് ആവുക. ഈ വീഡിയോ ഇത്തരത്തിൽ അറിവ് ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ പാറ്റേണുള്ള PSC പരീക്ഷകൾ ക്രാക്ക് ചെയ്യാൻ ഇത്തരത്തിൽ ആഴത്തിലുള്ള പഠനമാണ് നമുക്ക് വേണ്ടത്. ഓൾ ദി ബെസ്റ്റ്.